ഇന്നൊരു അറബിക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിലും 3 ടേബിൾ സ്പൂൺ ഗീയും ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ കാഷ്യൂനട്ടും കപ്പലണ്ടിയും ബദാം ക്രഷ് ചെയ്തതും കുറച്ച് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓരോന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടി നിർബന്ധമൊന്നുമില്ലെങ്കിലും കപ്പലണ്ടി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഓയിൽ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഓയിലും ഗീയും നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സ് എല്ലാം ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം 3-4 പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഷാജീരകം ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഷാജീരകം നിർബന്ധമില്ലെങ്കിലും ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം 3 സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നമുക്ക് വഴറ്റാം. ഇപ്പോൾ ഇഞ്ചി ഒരു ചെറിയ പീസ്, പച്ചമുളക് ഒരു 3 എണ്ണം, ഒരു 4 വെളുത്തുള്ളിയും ചേർത്തുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ തൊലി ചീകിയത് ചേർത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർത്ത ശേഷം കഴുകി വൃത്തിയാക്കിയ 2.5 കിലോ ചിക്കൻ വലിയ പീസാക്കിയത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും വേവിച്ചെടുക്കാം. ചിക്കൻ വെന്തതിന് ശേഷം ഈ മസാലയോട് കൂടെ തന്നെ നമുക്ക് ഓരോ ചിക്കൻ്റെ പീസും ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇങ്ങനെ മസാലയോട് കൂടെയുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഈ ചിക്കൻ മാറ്റിയതിന് ശേഷം ഈ പാനിലുള്ള മസാല നമുക്ക് അളന്നെടുക്കാം. അറബിക് റൈസിന് ലോങ് റൈസാണ് കൂടുതൽ നല്ലത്. 3 കപ്പ് അരിയിലേക്ക് 6 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. അതിൽ 3 കപ്പ് മസാലയും ബാക്കി 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും അരിയും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അരി വേവുന്ന സമയം കൊണ്ട് ഈ പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമ്മൾ വേവിച്ച് വെച്ച ആ മസാലയോട് കൂടെയുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. 2 ഭാഗം കുറച്ച് മൊരിഞ്ഞ് വന്നാൽ വെന്ത് വന്ന ചോറിന് മുകളിലായി ഈ ചിക്കൻ ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും ചേർത്താൽ നമ്മുടെ ഈ അറബിക് റൈസ് ഇവിടെ തയ്യാറായി.